കാലോചിതമായ പരിഷ്കാരങ്ങളിലൂടെ KSRTCയെ സർക്കാർ ലാഭത്തിലാക്കിയതായി ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. ETC അങ്കനവാടി ജംഗ്ഷൻ മുതൽ കൊട്ടാരക്കര വരെയും തിരിച്ചും സർവീസ് നടത്തുന്ന സർക്കുലർ മിനി ബസ് സർവീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാന സൗകര്യ മേഖലയിലെ വിപുലീകരണം പൊതുഗതാഗത സംവിധാനങ്ങളെയും മെച്ചപ്പെടുത്തും. KSRTCയുടെ വരുമാന വർധനവിനും യാത്രക്കാരുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ വിജയിച്ചു. ETC ജംഗ്ഷനും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചുള്ള പുതിയ സ്ഥാപനങ്ങളിലേക്ക് എത്താൻ സാധിക്കും വിധമാണ് പുതിയ ബസ് സർവീസ് നടപ്പാക്കിയതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃപ്പൂണിത്തറ ക്ഷേത്രത്തിൽ ആനയിടഞ്ഞു, ഒരാൾക്ക് പരിക്ക്. തൃപ്പൂണിത്തറ പൂർണ്ണത്രേശ്യ ക്ഷേത്രത്തിൽ ആനയിടഞ്ഞു. ഇന്ന് വൈകുന്നേരം ശീവേലി എഴുന്നള്ളത്തിനിടെയാണ് ആനയിടഞ്ഞത്. രണ്ടാം പാപ്പാനെ ആന തട്ടി വീഴ്ത്തി. പരിക്കേറ്റതിനെ തുടർന്ന് പാപ്പാനെ ആശുപത്രിയിലേക്ക് മാറ്റി. പറ ഉത്സവത്തിന്റെ ഭാഗമായി ശീവേലിക്ക് പതിവിലുമധികം ഭക്തരെത്തിയിരുന്നു. ആന ഇടഞ്ഞതിനെ തുടർന്ന് ഭക്തരെ ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്തെത്തിച്ച ശേഷം ക്ഷേത്ര ഗോപുരം അടച്ചു. അതിനാൽ കൂടുതൽ അപകടമുണ്ടായില്ല. പിന്നീട് എലിഫന്റ് സ്ക്വാഡ് എത്തി ആനയെ തളച്ചു. അതിർത്തി തർക്കം, അയൽവാസികൾ തമ്മിൽ അടിപിടി. കോഴിക്കോട് പേരാമ്പ്രയിൽ അതിർത്തി തർക്കത്തെ തുടർന്ന് അയൽവാസികൾ ഏറ്റുമുട്ടി. അടിപിടിക്കിടെ തൂമ്പ കൊണ്ട് മർദ്ദനമേറ്റ പേരാമ്പ്ര സ്വദേശി ബാബുവും മകളും ആശുപത്രിയിൽ ചികിത്സ തേടി. പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ നിന്നും ബാബുവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അയൽവാസിയായ ബാലകൃഷ്ണനും മകനുമാണ് തുമ്പ കൊണ്ട് ആക്രമിച്ചതെന്നാണ് ബാബുവിന്റെ പരാതി. അടിപിടിക്കിടെ ബാലകൃഷ്ണനും മകൻ ഷാമിലിനും പരിക്കേറ്റു. ഇരുവരും പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഹരിപ്പാട് വാഹനാപകടത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. കാർ നിയന്ത്രണം വിട്ട് മതിലിലേക്ക് ഇടിച്ചു കയറി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചു. കായംകുളം ചിറക്കടവം രേവതിയിൽ 19-കാരനായ അശ്വിനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30 തൃക്കുന്നപ്പുഴ വലിയഴീക്കൽ തീരദേശ റോഡിൽ ആറാട്ടുപുഴ വട്ടച്ചാൽ ഭാഗത്ത് വെച്ചാണ് അപകടം. തൃക്കുന്നപ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് സമീപത്തെ വീടിന്റെ മതിലിടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അശ്വിനെ ഉടൻ തന്നെ കായംകുളം കരിയിലക്കുളങ്ങരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനും സാരമായി പരിക്കേറ്റു. നൂർനാട് പാറ്റൂർ ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജിലെ 2ാം വർഷ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയായിരുന്നു അശ്വിൻ. ക്ഷേത്രോത്സവത്തിന് ട്യൂബ് ഫിറ്റ് ചെയ്യാൻ ഇലക്ട്രിക് പോസ്റ്റിൽ കയറി വൈദ്യുതാഘാതമേറ്റ ഒരാൾക്ക് ദാരുണാന്ത്യം. കൊട്ടാരക്കര പുത്തൂരിലാണ് സംഭവം നടന്നത്. പത്തനംതിട്ട സ്വദേശി സുജിത്താണ് മരിച്ചത്. ക്ഷേത്രോത്സവത്തിന് വേണ്ടി ഇലക്ട്രിക് പോസ്റ്റിൽ കയറി ട്യൂബ് ഫിറ്റ് ചെയ്യുകയായിരുന്നു. ഇതിനിടയിലാണ് അപകടം സംഭവിച്ചത്. ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും ഷോക്കേറ്റ് താഴെ വീഴുകയായിരുന്നു. ഉടൻ പുത്തൂർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല.